കറുപ്പ് വെളുപ്പിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാ വിവരങ്ങളുടെയും ഒരു ശേഖരമാണ് ഗൂഗിൾ. അപ്പൊ നമുക്ക് ഏത് വിഷയത്തെ പറ്റി ചോദിച്ചാലും സംശയങ്ങൾ തോന്നിക്കഴിഞ്ഞാലും എല്ലാം നമ്മൾ ഗൂഗിൾ സെർച്ചിലോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റു പല സെർച്ച് എഞ്ചിനിലോട്ട് പോകുക. അപ്പൊ സെർച്ച് എഞ്ചിനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ചില വിലക്കപ്പെട്ട ഏരിയകളോ, ഈ വിലക്കപ്പെട്ട ഏരിയകളിൽ നമ്മൾ കടന്നു ചെല്ലാൻ കഴിയുന്ന ആൾക്കാരുണ്ട്, കടന്നു ചെല്ലാൻ പാടില്ലാത്ത ആൾക്കാർ. സാധാരണ ജനങ്ങള് സാധാരണ രീതിയിൽ കടന്നു ചെല്ലാൻ പാടില്ലാത്ത ചില വിഷയങ്ങളുണ്ട്. ഇപ്പോ കേരളത്തില് ശിക്ഷിക്കപ്പെട്ട നമ്മുടെ ഗ്രീഷ്മ കൊലക്കേസില്, ആ കേസില് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കേസില് വളരെ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു എവിഡൻസ് എന്ന് പറയുന്നത് ഗ്രീഷ്മയുടെ ഗൂഗിൾ സെർച്ചിൽ നിന്നുള്ള ഡിലീറ്റ് ചെയ്യപ്പെട്ട വിവരങ്ങളായിരുന്നു. കൊല്ലാൻ ഉപയോഗിച്ച മരുന്നിനെ പറ്റിയിട്ടും അതിന്റെ ഫലത്തെ പറ്റിയിട്ടും അതിന്റെ പ്രവർത്തനത്തെ പറ്റിയിട്ടും ഗ്രീഷ്മ നെറ്റിൽ നോക്കിയിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സാഹചര്യ തെളിവായിട്ട്, വളരെ വിലപ്പെട്ട സാഹചര്യ തെളിവായിട്ട് കോടതി പരിഗണിച്ചാണ് ശിക്ഷിച്ചത്. ഗ്രീഷ്മ ഇത് വാങ്ങിച്ചതിന് തെളിവില്ല, ഇത് ഉപയോഗിച്ചതിന് തെളിവില്ല, ഗ്രീഷ്മ കൈകാര്യം ചെയ്തതിന് തെളിവില്ല, ഗ്രീഷ്മയുടെ ഫിംഗർ പ്രിന്റ് ഇല്ല. ഇതൊന്നും ഇല്ലാതിരുന്നിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്തത് എന്തിനാന്നുള്ള ചോദ്യത്തിന് ഉത്തരവിട്ടായി. അങ്ങനെ പാവമാണ്, ഇപ്പോൾ ചെയ്യില്ല. ഇതുപോലെ നമ്മള് ആര് വേണമെങ്കിലും ചെന്ന് എത്തിപ്പെടാൻ പറ്റാവുന്ന ചില ചതിക്കുഴികള്, ചില വിലക്കപ്പെട്ട ഏരിയകൾ ഗൂഗിളിലുണ്ട്. അപ്പൊ ഏതൊക്കെ വിവരങ്ങള് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മൾ ട്രാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ആ ഏരിയയിലേക്ക് നമുക്ക് അത്യാവശ്യം ഇല്ലെങ്കിൽ കടന്നു ചെല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ദേശ സുരക്ഷയെ പറ്റിയിട്ടും സൈനിക നീക്കങ്ങളെ പറ്റിയിട്ടുമുള്ള വിവരങ്ങൾ പലതും ചിലപ്പോ നിങ്ങളുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കാം, ചില വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഗൂഗിൾ സെർച്ചിൽ കിട്ടിയെന്നിരിക്കാം. അതിന്റെ ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോകാൻ പാടില്ല. സാധാരണ ജനങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എയർഫോഴ്സ് വിമാനത്തിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മളൊരു മിലിറ്ററി ടാങ്കിന്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിന്റെ മൂവ്മെന്റ്സ് എങ്ങനെയൊക്കെയാണ്, വിമാനങ്ങളുടെ ഏതൊക്കെ സ്ക്വാഡ്രൺ ഏതൊക്കെ ഏരിയയിലാണുള്ളത്, ഏതൊക്കെ സ്ക്വാഡ്രൺ വിമാനങ്ങൾ ഏതൊക്കെ സ്ഥലത്താണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയൊന്നും നമ്മൾ സാധാരണ ആൾക്കാർ സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ജിജ്ഞാസ അതുവരെ പോകേണ്ട കാര്യമില്ല. അടുത്ത ഏറ്റവും കൂടുതൽ വരുന്നത് കുട്ടികളെ സംബന്ധിക്കുന്ന പോൺ വിവരങ്ങളാണ്. കുട്ടികൾ ഉൾപ്പെട്ട അശ്ലീല കാര്യങ്ങൾ എന്ത് തന്നെ ആയാലും അത് സെർച്ച് ചെയ്യുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റമാണ്. പോലീസുകാർ നിങ്ങളെ വീട്ടിൽ തീർച്ചയായിട്ടും അന്വേഷിച്ചെത്തിയിരിക്കും. രണ്ടാമത്തത് ബോംബിനെയും എക്സ്പ്ലോസീവിനെയും പറ്റിയിട്ടുള്ള വിവരങ്ങൾ. അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിന്റെ പ്രയോഗം എങ്ങനെയാണ്, അതിന്റെ എഫക്ട് എങ്ങനെയായിരിക്കും, ഇത് സാധാരണഗതിയിൽ ഒരു സാധാരണ പൗരൻ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. യൂട്യൂബിലായാലും ഇത്തരം വിവരങ്ങൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. നമ്മളത് സെർച്ച് ചെയ്യേണ്ട, അഥവാ നമ്മൾ ചെന്ന് കയറി കഴിഞ്ഞാലും ഉടനെ അതിനകത്തുനിന്ന് നമ്മൾ എക്സിറ്റ്, ചിലപ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സൈറ്റുകൾ വരുമായിരിക്കാം നമ്മുടെ കയ്യിൽ. നമ്മളത് ക്ലിക്ക് ചെയ്യാൻ പോകുന്നതായിരിക്കും നമുക്ക് ബുദ്ധി. അടുത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പൈറസി ആയിട്ട്, അതായത് സിനിമയോ അല്ലെങ്കിൽ കോപ്പിറൈറ്റുള്ള ഏതെങ്കിലും പ്രധാന വിവരങ്ങളോ നിങ്ങൾ ചോർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, അതിനെ പറ്റിയിട്ടുള്ള സൈറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇത് സാധാരണ ചെയ്യുന്ന സൈറ്റുകൾ നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു ഗണിയായിട്ട് വരും. ഗൂഗിളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മതിയായ ഒരു കാരണമല്ല. അടുത്ത, നിങ്ങൾക്കറിയാം വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യുന്ന രീതി ഉണ്ടാവും. പല വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാറുണ്ട്, പ്രൊഫഷണൽ ഹാക്കേഴ്സ് ഉണ്ട്. പല രാജ്യങ്ങളും, നമ്മുടെ ഇന്ത്യ തന്നെ ഉപയോഗിക്കുന്ന ഹാക്കിങ്ങിന് എല്ലാ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഹാക്കിങ്ങിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കഴിയുന്നത് അതിന്റെ പ്രൊഫഷണൽസ് അല്ലാത്തവര് ഹാൻഡിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത് ATM സുരക്ഷയും ബാങ്കിനെയും പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ നമ്മുടെ ദേശീയ സുരക്ഷയുടെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് ബാങ്കുകൾ. ബാങ്കുകളുടെ സേഫ്റ്റി എങ്ങനെ നമുക്ക് മറികടക്കാമെന്നുള്ള പല കാര്യങ്ങളും വീഡിയോയിലും യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ കാണുമായിരിക്കാം. ആ ഏരിയ നമ്മൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ചിലർക്ക് ATM എങ്ങനെ പൊട്ടിക്കുന്നു എന്നുള്ളതൊക്കെ ചിലപ്പോൾ അവർ ചിലപ്പോൾ ആരെങ്കിലും ഇത് അപ്ലോഡ് ചെയ്തിട്ടെന്നിരിക്കാം. പക്ഷെ നമുക്കത് കാണേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകേണ്ട കാര്യമില്ല.
ഡിഫോൾട്ടായിട്ട് വരികയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളാണ് വരികയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നമുക്ക് ആവശ്യമുള്ളതല്ല. മനുഷ്യന് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്ത് സാധനങ്ങളും നമ്മൾ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിക്കുകയും അത് ഏതെങ്കിലും രീതിയിൽ പ്രയോഗിക്കുക ആരെങ്കിലും പ്രൂവ് കഴിഞ്ഞാൽ പോലും അതിന്റെ ഉത്തരവാദിത്വം അതിന്റെ ഓണസ് നമ്മളിൽ വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് യൂട്യൂബിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ശ്രദ്ധയോടെ സൈറ്റുകൾ സന്ദർശിക്കുക, വിവരങ്ങൾ എടുക്കുക. നന്ദി, നമസ്കാരം.